നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ല മനസ്സ്. മതി മതി രാജേട്ടനെ സഞ്ചിങ്ങെടുത്ത് ഞാൻ പോയി പച്ചക്കറി വാങ്ങിച്ചിട്ട് വരാം. അയ്യോ, മോള് പച്ചക്കറി വാങ്ങിക്കാനൊന്നും പോണ്ട, ഞാൻ സമ്മതിക്കേയില്ല. ഇത്രയും വലിയ കമ്പനിയുടെ മുതലാളി സഞ്ചിയും പിടിച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പോവാനാ? രാജേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. മോളെ, സൂര്യ സാർ അറിഞ്ഞ സമ്മതിക്കില്ല. സൂര്യ സാർ അത്രയ്ക്ക് മോളെ സ്നേഹിക്കുന്നില്ലേ? ആ സ്നേഹത്തിന്റെ അർത്ഥം എന്താന്നൊക്കെ ഞാൻ രാജേട്ടനോട് പറഞ്ഞിട്ടില്ലേ? എന്നാ സൂര്യ സാറിന്റെ കാര്യം വിട്. സൂര്യ സാറിനോട് മോക്ക് ഇഷ്ടമുണ്ടോ? സത്യസന്ധമായിട്ട് ഇഷ്ടമുണ്ടോ? അത് പറ. ഉണ്ട്. അല്ലെങ്കിൽ യാത്രയും പറഞ്ഞ് ഇവിടെ ഇറങ്ങിപ്പോയ ഒരാള് സൂര്യ സാറിന്റെ കൈ സുഖമല്ലെന്ന് പറഞ്ഞപ്പോ അതേപോലെ തിരിച്ചു വരുമോ? അത് ഒരാൾക്ക് സുഖമില്ലാതാവുമ്പോ കൂടെ നിൽക്കുന്ന ഇഷ്ടം കൊണ്ട് മാത്രമാണോ? എന്നാ സൂര്യ സാറിന് ഒട്ടും ഇഷ്ടമില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറ. പറയില്ല. സൂര്യ സാർ നല്ലവനാ മോളെ. സൂര്യ സാറിന് മോളോട് ഭയങ്കര ഇഷ്ടമാണ്. മോക്കും സൂര്യ സാറിനോടുണ്ട്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്നു പറയാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറയാനും പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. ആ സഞ്ചി എടുത്തായിരുന്നുണ്ടോ? മോളെ പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാനെന്നറിഞ്ഞ സൂര്യ സാറ് എന്നെ വഴക്ക് പറയും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പിന്നെ എന്നെ കുറിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പത്മ മേഡം കേൾക്കുന്ന പോലെ പറയാം. ശരി ശരി. വേണോ? വേണം. അപ്പൊ അതിനുള്ള പ്രതിഫലം ആ നിമിഷം തന്നെ കിട്ടിക്കോളും. ശരി ശരി. ഈ വാ അടയും. ഓ, അത് ശരി. എന്നെ തല്ലുവിളിക്കാനുള്ള പണിയാണല്ലേ? ഹലോ, അവൾ ഇവിടുന്ന് ഇറങ്ങി പച്ചക്കറി കടയിലേക്കാ പോയിരിക്കുന്നത്. ആ, തനിച്ച. അതെ ആരതി, നമ്മുടെ സൂര്യ സമ്മതിക്കണല്ലേ? എപ്പോഴാ എന്താ ചെയ്യുന്ന പറയാൻ പോലും പറ്റില്ല. പക്ഷെ ചെയ്യുന്നതൊക്കെ ഇടി വെട്ടുന്ന പോലെ മറ്റൊരാളുടെ തലയിൽ ചെന്ന് വീഴും. നന്ദിനിയെ സൈനിങ് അതോറിറ്റി ആക്കിയ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പത്മ മേഡം അതെങ്ങനെ സഹിക്കും? അവര് സഹിക്കൊന്നുമല്ല. ചിലപ്പോ ആ ദേഷ്യത്തിന് അവളെ കൊല്ലാനും സാധ്യതയുണ്ട്. അതായിപ്പോ എന്റെ പേടി. നന്ദിനെ കുറിച്ച് എനിക്കിപ്പോ അങ്ങനത്തെ പേടിയൊന്നുമില്ല. നന്ദിനെ സൂര്യ സംരക്ഷിച്ചോളൂ. ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവളെ ഒരു കാരണവശാലും ഭാര്യയെ കാണാൻ പറ്റില്ലെന്നാ ഏട്ടൻ പറഞ്ഞത്. അതിനെന്താ, അവര് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണെന്ന് സൂര്യനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ജീവൻ കൊടുത്താണെങ്കിലും അവൻ അവൾക്ക് കാവൽ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ? അതിനേക്കാൾ കൂടുതൽ ഇനി എന്താ വേണ്ടേ? അല്ല വിവേക്, ഈ സൈനിങ് അതോറിറ്റി എന്ന് പറഞ്ഞ ഈ ചെക്കിൽ ഒപ്പിടുന്ന കാര്യം മാത്രമാണോ, അതോ കമ്പനിയിലും നന്ദിനിക്ക് നേരിട്ട് വരേണ്ടി വരുമോ? അത് സൂര്യയുടെ തീരുമാനം പോലെ ഇരിക്കും. നോർമലി ചെക്കിൽ ഒപ്പിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ കമ്പനി കാര്യങ്ങൾ
ഇഴകേറി പരിശോധിച്ച സൂര്യ ആയതുകൊണ്ട് പത്മ മാഡത്തിനൊപ്പം നന്ദിനിയെ ഓഫീസിൽ കൊണ്ടുവന്നിരുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വിളിച്ചാലും അവള് പോകാൻ സാധ്യതയൊന്നുമില്ല. പോകും. സൂര്യ വിളിച്ച നന്ദിനി പോകും. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയോ? ഇല്ല. ആ വീട്ടിലെ മറ്റൊരാളുണ്ടല്ലോ, യതീന്ദ്ര സാർ. സാർ ഇതിനൊക്കെ സൂപ്പറാ. നന്ദിനെ സൂര്യ ഓരോ പടി ഉയർത്തുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് യതീന്ദ്ര സാറാ. സത്യം പറഞ്ഞ അവളുടെ ഓരോ വളർച്ച കാണുമ്പോഴേ സന്തോഷമുണ്ട്, പേടിയുണ്ട്. സന്തോഷിക്കുന്നത് അവളുടെ നന്മ കൊണ്ട് ഉയരങ്ങളിൽ എത്തുന്ന കരുതിയ. പേടിക്കണമെങ്കിൽ ആരെയൊക്കെ പേടിക്കണം? ഏതെങ്കിലും ഒരാള്, ഏട്ടനോ അച്ഛനോ അല്ലാതെ ഒരല്പം കരുണയുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒന്നുമല്ലെങ്കിലും ഇത്രയും കാലം അവർക്ക് വെച്ചുളമ്പി കൊടുത്തതല്ലേ, അതിന്റെ ഒരു നന്ദിയെങ്കിലും അവളോട് കാണിച്ചൂടെ? ആർതി, നമുക്ക് കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ചുറ്റിലും കാണുന്ന എല്ലാവരോടും സ്നേഹം തോന്നും. എല്ലാവരെയും നമ്മളെപ്പോലെ ട്രീറ്റ് ചെയ്യണം തോന്നും. പക്ഷേ ഈ കാശ് കയ്യിലുള്ളവർക്ക് കാശില്ലാത്തവൻ അവർക്ക് വാങ്ങിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. അവർക്ക് കീഴേരിക്കുന്ന എല്ലാവരെയും അവരെ വെറും വേലക്കാരെ പോലെയാ കാണുന്നത്. അത് നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ഞാനോ താനോ വിചാരിച്ച അട്ടിമറിക്കാനൊന്നും പറ്റില്ലല്ലോ. പത്മ മേഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് മിക്കവാറും അടുത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവും. അത് ഉറപ്പാ. എന്താ രാജേട്ട ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നേ? ആരെങ്കിലും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ലക്ഷണം കണ്ടിട്ട് കുഴപ്പം പിടിച്ചേതോ കോളാന്നാ തോന്നുന്നേ. അതെ, സാധാരണ കൃത്യസമയത്ത് നിന്റെ അച്ഛൻ വിളിക്കാറുണ്ട്. ഇന്ന് വിളിച്ചില്ല, അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാ എന്റെ മെക്കെട്ട് കയറുന്നേ? നിനക്കൊക്കെ ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാ നേരെ ചൊവ്വേ ജീവിച്ചിട്ട് വേണ്ടേ? എന്തേ കിട്ടുന്നില്ലേ? ആരെ കിട്ടിയില്ലെന്നാ? എന്തറിഞ്ഞിട്ടാണ് നീ ചോദിക്കുന്നത്? നന്ദിനി കടയിലേക്ക് പോയിട്ട് മണിക്കൂർ 2 അതിന്റെ ടെൻഷനില്ല ഞാൻ.